എന്റെ പൊന്നു പെങ്ങന്മാരെ, പാശ്ചാത്യൻ രാജ്യങ്ങളിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന അടിവസ്ത്രം കേരളത്തിലെത്തിയപ്പോൾ മോഡൽ വസ്ത്രമായി. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന പെണ്ണിനെ കുറിച്ച് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ശരീരം ധരിക്കുന്ന, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്ന, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്ന പെണ്ണ്, മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്, മുഖത്തിൽ നിന്നും വടിച്ചെടുക്കാം 3/4 കിലോ പൗഡർ, അനക്കം തെറ്റിയാൽ ഉളുക്കി വീഴും ചെരുപ്പുമിട്ട് കാലില്, ഒതുക്കമില്ല ഇളിച്ചുകൊണ്ട് കുണുങ്ങി കുണുങ്ങി നടക്കല്. ഇങ്ങനത്തെ പെണ്ണിനെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസനയില്ല, അവൾക്ക് സ്വർഗത്തിലേക്ക് പാസില്ല. നബിയുനാ റസൂലുള്ളാഹ്. അപ്പോ ഒന്ന് ശരീരത്തിന്റെ പകുതി ഭാഗം മറച്ച് പകുതി ഭാഗം മറക്കാത്ത പെണ്ണ്, മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണ്. പുരുഷന്മാർക്കൊക്കെ ഭയങ്കര അഭിമാന, എന്റെ ഭാര്യ പർദ്ദടാണ്ട് പുറത്തു പോയില്ല ഉസ്താദെ. ആ വിഷയത്തിലേക്ക് അവൾ വളരെ ഡീക്കാണ്. പക്ഷെ സംഗതി പർദ്ദയൊക്കെ തന്നെ, അവള് പർദ്ദിട്ട് തന്നെ പോവാ. പൂരപ്പറമ്പിൽ ബലൂണ് വീർപ്പിച്ച് വെച്ച പോലെ ഉണ്ടാവുന്ന മാത്രം. ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഈ സാധുക്കൾ ഇരിക്കൂല. അങ്ങനെ നോക്കിയാ ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഇരിക്കൂല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ബസ് വല്ല വളവൊന്നൊന്ന് സ്പീഡിലൊന്ന് വീശി ഓടിച്ചാൽ കമ്പിക്ക് ചെന്ന് ജാമാവും. കമ്പിക്ക് ചെന്ന് ജമാട്ടും എന്നിട്ട് ഇതിന്റെ സ്റ്റിച്ച് അങ്ങോട്ട് പൊട്ടും. പിന്നെ പൊത്തിപ്പിടിച്ചും കൊണ്ട് നടക്കേണ്ടി വരും. അത് എഴുതിയിട്ട് എന്തിന് സീറ്റിൽ കിട്ടിയിരിക്കൂല. അത് മാത്രമല്ല റെഡിക്കനൊന്ന് ശ്വാസം വലിച്ചു വിടാനും കൂടെ പറ്റ തയ്യാറാവൂല. കാരണം ഒരൊറ്റ വിടലാണ് വിട്ടാണ് എന്നിട്ട് പൊട്ടും. അത് പേടിച്ചിട്ട് അതിന് പോലും കഴിയില്ല. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന, ഇങ്ങനെ ധരിക്കുന്നെന്താ? ഇങ്ങനെ ചോദിക്കേ, കുറച്ചു മുമ്പല്ലേ യേശുദാസ് പർദാ പർദാ പർദാ, ഇത് പടച്ചോനെ പറ്റിക്കുന്ന പർദാ, പർദാ പർദാ പർദാ, ഇത് പടപ്പിനെ പറ്റിക്കുന്ന പർദാ. യേശുദാസ് കുറച്ച് മുമ്പ് പാടിയതാ. മൂപ്പരിക്കും തിരിഞ്ഞത് പടച്ചോനെ പറ്റിക്കുന്ന പരിപാടിയാണ്. പടച്ചോനെ മാത്രമല്ല പടപ്പുകളെയും കൂടെ പറ്റിക്കുന്ന പരിപാടി അല്ലേ? ഇപ്പോ മൂല്യന്മാരൊക്കെ പർദ്ദന്റെ ടൈറ്റിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ പെണ്ണുങ്ങൾ തീരുമാനിച്ചു, പിന്നെ ടൈറ്റ് ഇല്ലാത്ത ലൂസ് കൂടിയ പർദ്ദടാണ്. ഈ പർദ്ദട്ടിട്ട് ഇവളിങ്ങനെ വരുമ്പോ ഇവളാണ് പെണ്ണാണോ വരുന്നത്, അത് വല്ല വവ്വാലാണോ വരുന്നത് സംശയ. കാരണം അക്കോലത്തിലൊരു സാധനം ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ടാവും. വടി പോലത്തെ ഒരു സാധനം അതിന്റെ ഉള്ളിലുണ്ടാവും. ഇതാവസ്ഥ. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് അതിങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് കമ്പിക്കൊണ്ട് പിടിച്ചാൽ ഈ സാധനം കീപ്പിട്ട് ഇങ്ങോട്ട് പോരും. കണ്ടക്ടർമാർക്കല്ല സുഖം. മിച്ചഭൂമി ഇങ്ങനെ കാണാം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിച്ചത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. ഇങ്ങനത്തെ ടൈറ്റ് ഫിറ്റ് വേഷം ധരിക്കുന്ന പെണ്ണെ നല്ലോണം ചിന്തിച്ചോളൂ, നല്ലോണം ചിന്തിച്ചോളൂ. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതിന് എതിര് ചെയ്താൽ പീഡിപ്പിക്കപ്പെടും, ഒരു സംശയവുമില്ല. പിന്നെ കോടതി കൂടെ ഒന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം പെണ്ണേതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തൊലി നിറം പ്രകടമാകുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ട് നഗ്നയാണെന്ന് പറഞ്ഞ പെണ്ണ് മൂന്നെണ്ണമാണ്. ഒന്ന് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്നവൾ, മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്നവൾ. മൂന്നാമത്തെ പെണ്ണേതെന്നറിയോ? ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന രൂപത്തിൽ വളരെ നേർമയായ വസ്ത്രം ധരിക്കുന്ന പെണ്ണാണ്. അതധികം ശ്രദ്ധിക്കേണ്ടത്. എന്റെ പൊന്നുപെങ്ങളെ, നീ തലമറക്കുന്ന നിന്റെ തട്ടമുണ്ടല്ലോ, നിന്റെ തലയിലെങ്ങാനും വെളുത്ത രോമമുണ്ടെങ്കിൽ ആ തട്ടം ധരിച്ചിട്ട് ആ വെളുത്ത രോമം പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിന്റെ വാസനയില്ല പെണ്ണേ.